നമുക്കിപ്പോൾ കണ്ണൻ നായർ ഉണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് കണ്ണൻ നായർ ഉള്ളത്. കണ്ണൻ, വെഞ്ഞാറമൂട് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഇപ്പോഴത്തെ നിലവിലത്തെ വിവരങ്ങൾ എന്താണ്? ഈ കൊലപാതകത്തിന് കാരണമായി പ്രതി പറയുന്നത് എന്താണ്? മാത്രമല്ല, ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഈ പ്രതിയെ എപ്പോഴാണ് കസ്റ്റഡിയിൽ വാങ്ങുകയും തുടരന്വേഷണത്തിനായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുക? ആശുപത്രിയിലുള്ള പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെയോ കസ്റ്റഡിയിൽ ലഭിക്കും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. കാര്യം ഇന്ന് ഇവിടെ നടത്തേണ്ടത് ഇൻക്വസ്റ്റ് നടപടികളാണ്. ഈ 5 മൃതദേഹങ്ങൾ 5 CIമാരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഒരു വിശദമായിട്ടുള്ള മൊഴിയെടുപ്പിലേക്ക് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ആ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് പോവുക. കാരണം ഈ പ്രതി പറഞ്ഞത് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൊറോണ സമയത്ത് ബാപ്പയുടെ കട 2 സ്പെയർ പാർട്സ് കടയുണ്ട്. അതിലേതാണ്ട് 71 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അതിനെ തുടർന്ന് ബാപ്പയുടെ പാസ്പോർട്ട് അടക്കം അവിടെ സൗദിയിൽ വാങ്ങി വെക്കുക തന്നെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായി. അതുമൂലം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും മാനസിക പ്രശ്നങ്ങളിലുമായിരുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നതാണ് പ്രതി നൽകിയ മൊഴി. 2 മാസം മുമ്പ് ബാപ്പയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക്, അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് ഇയാൾ പോയിരുന്നു. അതിന് ആ സമയത്തൊക്കെ തന്നെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട് ബന്ധുക്കളോട് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ബന്ധുക്കൾ അതിനുള്ള സഹായം നൽകാൻ തയ്യാറായില്ല. പിന്നീട് സ്വന്തം വസ്തുവും വീടും വിറ്റ് ആ ബാധ്യത തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതും നടന്നില്ല. അതിൻ്റെ മാനസിക വിഷമത്തിൽ കൊലപാതകം നടത്തി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാര്യം 23 വയസ്സ് മാത്രമുള്ള ഈ വ്യക്തി സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, അയാളുടെ ഉമ്മ, ഒപ്പം തന്നെ കാമുകി, അപ്പം തന്നെ 2 അടുത്ത ബന്ധുക്കളെ അടക്കം കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ വല്ല സാമ്പത്തിക ബാധ്യത മാത്രമാണ് എന്ന് പോലീസ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ അടക്കം ഒരു ഒപ്പീനിയൻ തേടിയിരിക്കുന്നത്. ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ മാനസിക വൈകല്യമുള്ള ആളാണോ, അല്ലെങ്കിൽ ഒരു ലഹരിയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കുന്ന ആളാണോ, ആ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം വിവരങ്ങളൊക്കെ തന്നെ പോലീസ് തേടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിച്ച വിദഗ്ധ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക ഒരു സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഇയാളുടെ സാമ്പത്തിക ബാധ്യത എന്നുള്ള ഒരു മൊഴിയിൽ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ല പോലീസ്. തീർച്ചയായിട്ടും വ്യക്തമായ അന്വേഷണം ആവശ്യമുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി പ്രതിയെ പോലീസ് കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി കൊണ്ടുപോകുമെന്ന് നമുക്ക് വിചാരിക്കാം. ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പ്രതിനിധിയായ പ്രശാന്ത് കൃഷ്ണ പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്ത്, സൽമാ ബീവിയുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറുമകനായിരുന്നു ഈ അഫാൻ പിന്നീട് വളരെ ക്രൂരനായി മാറുകയാണ് ഉണ്ടായത്. ഒരാൾക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ പെരുമാറുകയാണ് ഉണ്ടായത്. ഇതിന് നേരത്തെ പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തത് മാത്രമായിരിക്കുമോ കാരണം എന്നൊരു ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുന്നു. പലരും അതുതന്നെയാണ് ചർച്ച ചെയ്യുന്നതും. ഇതിൽ വിശദമായ അന്വേഷണവും കണ്ടെത്തലുമാണ് ഇനി ഉണ്ടാവേണ്ടതും. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഈ കൊലപാതക പരമ്പര തുടങ്ങുന്നത് ഈ വീട്ടിൽ നിന്നാണ്. ഈ അഫാന്റെ മുത്തശ്ശിയെയാണ് കൊലപ്പെടുത്തുന്നത്. രാവിലെ 11:30 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കാരണം തൊട്ടടുത്തുള്ള പള്ളിയുടെ പേര് സെക്രട്ടറി ഫസലുദ്ദീൻ, അദ്ദേഹം രാവിലെ പണം പിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വന്നപ്പോൾ ഈ സൽമാ ബീവിയെ കണ്ടതാണ്, സംസാരിച്ചതാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. വരുമ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യായിരുന്നു? ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കഥ പറഞ്ഞു തന്നു. ഞാനവിടെ കയറി അമ്മയെ എടുത്തിരുന്നു. ഞാനും ഇരുന്ന് പള്ളിയുടെ ബുക്കൊക്കെ എടുത്തോട്ട് തന്നു. രസീതൊക്കെ എഴുതി കൊടുത്ത് 500 രൂപ തന്നു. അതിൻ്റെ ബാക്കി 250 രൂപയും കൊടുത്ത് അവിടെ ഇരുന്ന്. അപ്പോൾ ഇവരുടെ മകൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സമയം എത്ര മണിയായിരുന്നു? ഒരു 11:15 ആവുള്ളൂ. അതിനുശേഷം പിന്നെ ഈ വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നില്ല ഞങ്ങൾ. പിന്നെ അപ്പോഴും ഇവിടെ ഞാനങ്ങ് പോവുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ വരുന്നത് 5:10 ആവും. 5:10 ആകുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വരുന്നു. പള്ളിയിൽ ഈ ജോലിയുള്ളതുകൊണ്ട് ഈ വാഴയ്ക്ക് ഇതിനൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ ഞാനിവിടെ വന്നിട്ട് നമ്മളെ ക്യാൻറ്റീനിലെ ഉമ്മാമായും കൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി റോഡിലോട്ട് കൊണ്ടുപോയി അവരെ ആക്കി ട്രാൻസ്പോർട്ടിൽ തന്നെ ഇവിടെ വരുന്നു. അപ്പോൾ ഇവരെ മൂത്ത മകളുണ്ട്, അതെൻ്റെ മാമിയും കൂടെയാണ്. അപ്പോൾ ഇവരെ നിലവിളി കേട്ടോണ്ട് ഞാനും നമ്മുടെ അനിയത്തി പെണ്ണും കൂടെ ഇവിടെ ഓടി ഇറങ്ങി വരുന്നു. വന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. ബ്ലഡിൽ കുളിച്ച് വരുമ്പം ജീവനില്ല അല്ലേ? അത് പിന്നെ അങ്ങനെ ജീവനില്ല, അവർ ബ്ലഡൊക്കെ കട്ടിയായിട്ട് കിടക്കുന്നു. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ഈ സ്റ്റേഷനിൽ ജോലി പെണ്ണുണ്ട്, പോലീസുകാരിയാണ്. നമ്മളിവിടുത്തെ അപ്പുറത്ത് തോട്ടം ഷാജ കടമോളെന്ന് പറയും. ഈ വന്ന സമയത്ത് രാവിലെയോ പിന്നെ വരുന്ന സമയത്തൊന്നും ഇവിടെ അഫാന്റെ സ്കൂട്ടർ എന്തെങ്കിലും കണ്ടിട്ടില്ല? ഒന്നും കണ്ടിട്ടില്ല. ഒരു സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ?
ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഉമ്മ അത് അപ്പോഴും പറയുന്നുണ്ട്. ഇത് കണക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവനോട് പണം ചോദിക്കാറുണ്ടോ? സ്വർണം ചോദിച്ച് മോതിരം കഴിഞ്ഞ ആഴ്ച ചോദിച്ചിരുന്നു എന്നൊക്കെ. അതൊന്നും അമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് അവരൊക്കെ എന്നാണ് അവർ പറയുന്നത്. അത് വേറെ ഒന്നും പറയുന്നില്ല അവർ. അപ്പോൾ ഇത് ഇങ്ങനെ കൊലപാതകമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. കാരണം ഇവരെ ഞാൻ കണ്ടിട്ട് പോകുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, മറിഞ്ഞ് വീണിട്ട് മരണപ്പെട്ടു പോയെന്നുള്ളതാണ്. പിന്നെയാണ് ഓരോരുത്തർ പറയുന്നത് സ്വർണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പറയുന്നത്. മോത്തി, ഈ ഉമ്മയുടെ മൂത്ത മകൻ ബദറുദ്ദീൻ ഇവിടുത്തെ ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൂടി അതേ സമയം ഈ മരണം നടന്ന ശേഷമാണ് അറിയുന്നത്. മൂത്ത മകനല്ലേ? ഉമ്മയ്ക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഈ അഫാൻ അറിയിച്ചിരുന്നോ എപ്പോഴെങ്കിലുമൊക്കെ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് വരാറുണ്ടോ ഇങ്ങോട്ട്? വരാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമോ അതോ? ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, കാണാൻ വരും. എല്ലാവരും വലിയ സ്നേഹത്തിലായിരുന്നു എല്ലാവരും. സ്നേഹത്തിലായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അത്തരത്തിൽ എന്തെങ്കിലും വഴക്കുകളോ? പ്രതീക്ഷയെ ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സാമ്പത്തിക പ്രയാസം ഇവർക്ക് കുടുംബത്തിനുണ്ടോ? ഉണ്ടായിരുന്നു. ഇവരൊക്കെ സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. ഈ ഇദ്ദേഹമായിട്ട് ലത്തീഫ് എന്ന് പറഞ്ഞ അനിയനുണ്ടല്ലോ, അദ്ദേഹമായിട്ട് എങ്ങനെയായിരുന്നു? വലിയ അടുപ്പമായിരുന്നു. അവൻ ആഴ്ചയോളം പോകുമായിരുന്നു. അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എങ്ങനെ ഒരു പൊതുവെ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ലായിരുന്നോ ഈ എത്ര വലിയ ഓപ്പണായിട്ട് സംസാരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്ന് ഉമ്മയോട് മോതിരം സ്വർണ്ണം എന്തോ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അത് ഉമ്മ പറഞ്ഞാണ് ഞാനും അറിഞ്ഞത്. ചോദിച്ചിരുന്നെന്ന് പറഞ്ഞു. ചോദിക്കുമ്പോഴൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. ഇക്കോട് വരെ വന്ന് സാമ്പത്തികമായ സഹായം ചോദിച്ചിട്ടുണ്ടോ? എന്നോടാ? ഉണ്ടായിരുന്നു. എന്താണ് ഇങ്ങനൊരു കൃത്യത്തിലേക്ക് പോകാൻ കാരണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ഈ സാമ്പത്തികമായിട്ടുള്ള ഇത് അറിയാം, അല്ലാതെ മറ്റുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഈ താങ്കളുടെ അനിയൻ റഹീം, അദ്ദേഹം എന്താ ഈ വിദേശത്ത് വരാൻ പറ്റാതെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആണെന്ന് പറഞ്ഞു. ബന്ധപ്പെടാറുണ്ടോ? ഞാനുമായിട്ട് ബന്ധപ്പെടാറില്ല. ഉമ്മയുമായിട്ട് വല്ലപ്പോഴൊക്കെ വിളിക്കും. അവിടെ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരാൻ ഒക്കണില്ല എന്ന് പറഞ്ഞു. ഈ മകൻ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു? 6 മാസം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ വരുമായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ഏതാ ഒരു കമ്പനിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത്. ഒരാഴ്ചയും കണ്ട പോയില്ല. അങ്ങനെ പിന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മരണപ്പെട്ടതിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലാത്ത ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, പെൺ സുഹൃത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു വിവരമില്ലായിരുന്നു. ആ വിവരം പ്രശാന്ത്, ഇപ്പോൾ പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണോ? ഫോറൻസിക് വിരല അടയാള വിദഗ്ധരൊക്കെ എത്തിയിട്ടുണ്ടോ? മോത്തി, പോലീസ് സംഘം ഇവിടെ എത്തി. പോലീസ് സംഘം എത്തിയതിന് ശേഷം ഇനി ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് സംഘം എത്തിയുള്ള പരിശോധനയെല്ലാം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ഇവിടെ നിന്ന് സൽമാ ബീവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയുള്ളൂ. അപ്പം അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘട്ടം നടക്കാനിരിക്കുന്നേ ഉള്ളൂ. കാരണം ഈ സൽമാ ബീവിയെ കണ്ടെത്തിയത് അടുക്കള ഭാഗത്ത് തലയടിച്ച് തല പൊട്ടിച്ചോര ഒഴുകിയ നിലയിലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത്. പോലീസ് എത്തിയതിനു ശേഷം വിരലടയാള വിദഗ്ധരടക്കം എത്തിയതിനു ശേഷം മാത്രമേ ഇനി ഇവിടെ നിന്ന് മൃതദേഹം മാറ്റുകയുള്ളൂ.